ഇത് വകയില് എൻ്റെ അമ്മാവിൻ്റെ മകളായിട്ട് വരും. എങ്ങനെ അങ്ങനെയല്ലേ എന്ന് പപ്പു പറഞ്ഞത്. എനിക്ക് തള്ളു കുറയ്ക്കണോ മനുഷ്യ. നമ്മുടെ ഈ സ്പോട്ടിലെ ഹിന്ദിക്കാരന്മാരെ പ്രൊമോ വേണ്ടേ VPs വരുന്നവര് നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും പോലീസ്. ഇപ്പൊ ഞാൻ കുഞ്ഞമ്മല നോ 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 കുഞ്ഞു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളൊരു ചെറിയ ഫോട്ടോഷൂട്ട് നടത്താമെന്ന് കരുതി. ക്രിസ്മസ് അല്ലേ, ക്രിസ്മസ് സ്പെഷ്യൽ സാരിയൊക്കെയാണിത്. അങ്ങനെ പ്രതീക്ഷിക്കരുത്. ഇത് 10-15 വർഷം പഴക്കമില്ലാത്ത 5 വർഷം പഴക്കമുള്ളൊരു സാരിയാണ്. ഈ സാരിയൊക്കെ കൊടുത്തൊരു ഫോട്ടോഷൂട്ട് നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കനകക്കുന്നിലോട്ട് പോവുകയാണ്. ഇനി പോയിട്ട് എന്തൊക്കെ നടക്കുന്നു എന്നറിയില്ല. ബാക്കി വിശേഷങ്ങൾ നമുക്കവിടെ പോയിട്ടറിയാം. കൺട്രോളാണ്, കൺട്രോൾ കണ്ടില്ല എൻ്റെ വണ്ടി. ഹലോ, അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഒരു നീണ്ട യാത്രയിലൂടെയാണ് എത്തിയത് കേട്ടോ. കാരണം നമ്മൾ പറയുമല്ലോ, എന്താണ് നമ്മൾ പാപി പോകുന്നിടം പാതാളം എന്നൊക്കെ പറയുന്നത് പോലെ ഞങ്ങൾ വന്നപ്പോൾ ഇന്ന് സിറ്റി മുഴുവനും പോലീസാണ്, എല്ലായിടവും ബ്ലോക്കാണ്. പിന്നെ ഞാനും എൻ്റെ ഫോട്ടോഗ്രാഫറായ ഒരു വേണ്ട ഇവിടെ നാറ്റിക്കണം ഞാൻ. ഓക്കെ, അപ്പം ഞാനും എൻ്റെ ഫോട്ടോഗ്രാഫറായ എൻ്റെ ചേച്ചിയുടെ മോളും കൂടി വണ്ടി ഇങ്ങനെ ഇഴച്ച് തുഴഞ്ഞൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയും കുറച്ചടുത്താണ് പോലീസും ഒക്കെ ആയിട്ട് നല്ല ബഹളമാണ്. അപ്പോൾ ഇന്ന് ഫോട്ടോഷൂട്ട് നടക്കുന്നു, വേറെ എന്ത് നടക്കുന്നു എന്ന് ഒന്നും അറിയില്ല. പിന്നെ കനകക്കുന്ന് വന്നപ്പോൾ ഇവിടെയും അത്ര ഒരു സ്യൂട്ടായിട്ട് തോന്നുന്നില്ല ഇന്നത്തെ ഒരു അന്തരീക്ഷം. നോക്കാം, നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ തൊട്ടടുത്തുള്ള മ്യൂസിയത്തിൽ ചാടി മൃഗങ്ങളെയും കണ്ടിട്ട് അവളെ കൂട്ടിലടച്ചിട്ടിട്ട് പോകാമെന്നാണ് എൻ്റെ തീരുമാനം. അപ്പം നമുക്ക് ഫോട്ടോ എടുക്കാൻ പോകാം. ഓക്കെ, അറിഞ്ഞില്ലേ ഇവിടെ ഇപ്പോൾ നെക്സ്റ്റ് മന്ത് ഡിസംബർ ലാസ്റ്റ് ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഫ്ലവർ ഷോയുടെ ഒരുക്കങ്ങളാണെന്ന് തോന്നുന്നു. ഇവിടെ ഫുൾ അവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസിന് ഞാൻ പൊളിച്ചെടുക്കണമെന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ അവരെല്ലാം കൂടി എന്നെ പൊളിച്ചടുക്കി. അതുകൊണ്ട് ഞാൻ നേരെ മ്യൂസിയത്തിലോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് നമുക്ക് കാണാം. എന്തെങ്കിലും നടന്നില്ലെങ്കിൽ ശരി ഗൈസ്. നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ആക്രി കവറും കൊണ്ട് ഇത്ര ലുക്കിൽ പോകുന്നതെന്ന്. വേറൊന്നുമല്ല, ഷൂട്ടിനുള്ള ചപ്പലാണ്. നമ്മൾ തറച്ചെരിപ്പ് വിട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇനി നടന്നിട്ട് ലൊക്കേഷൻ എത്തുമ്പോൾ ഇതിട്ടും നമ്മൾ ഫോട്ടോ എടുക്കും, സ്റ്റാർ ആകും. അതുവരെ ഞാനിങ്ങനെ ഒരു ആക്രിയായി ഇങ്ങനെ കവറും പിടിച്ച് നടക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ എന്നാലും മ്യൂസിയത്തിലോട്ടാണ് പോകുന്നത്. ശരി, വരൂ. അപ്പോൾ ഞങ്ങൾ മ്യൂസിയത്തിലെത്തിയിട്ടുണ്ട്. നടന്ന് തളർന്നത് കാരണം ഒരു ചെറിയ വിശ്രമം, വെയിലടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കൈയൊക്കെ വെച്ചത്. ഇപ്പോൾ ഇനി അടുത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഐലൈനറും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടില്ല. അപ്പം ഞാനാണെങ്കിൽ പാർലറിൽ ആളിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഹെയർ ഡിസൈൻ ചെയ്ത് തരും. അങ്ങനെയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എൻ്റെ കൂടെ വന്ന എൻ്റെ ഫോട്ടോഗ്രാഫർ തന്നെയാണ് എൻ്റെ ഹെയർ സ്റ്റൈലിസ്റ്റ്. അപ്പോൾ എന്തൊക്കെയോ എന്നെ കോലം കെട്ടിക്കാനാണ് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് മുടി ഡിസൈൻ ചെയ്യുന്നത് കാണാം. ഓക്കെ, ഹലോ. മുടി കെട്ടുകയാണ്. എല്ലാ മേഖലയും ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ സമയം നഷ്ടപ്പെടുത്താതെ നമുക്ക് പാട്ട് കേൾക്കാം. ഇത് തേഞ്ഞുപോയി. കാരണം വലിയ ഗെറ്റപ്പിലൊക്കെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ബാഗിൽ സ്ലൈഡ് ഇല്ല എന്ന്. പിന്നെ ഞങ്ങൾ ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ട് പോകണേ, ഏത് വായി നോക്കിയാണ് ഇരുന്ന് പറയണതെന്ന്. അവർക്കറിയില്ലല്ലോ ഞാൻ വലിയ യൂട്യൂബറായ കാര്യം. അപ്പോൾ സ്ലൈഡ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ തട്ടിക്കൂട്ട് പരിപാടിയാണ് നടത്തുന്നത്. നോക്കാം, ശരിയായില്ലെങ്കിൽ ഇനി അടുത്ത് ഞങ്ങൾ കട അന്വേഷിച്ച് പോയി സ്ലൈഡ് വാങ്ങി വന്ന് ഫോട്ടോ എടുത്ത് കളയും. അത്രയ്ക്ക് ശുഷ്കാന്തിയുള്ളവരാണ് ഞങ്ങൾ. ഇതെങ്ങനെയുണ്ട്? കമ്മൽ വലുതായി പോയോ? ഹലോ ഗായ്സ്, നമ്മളിതാ ബട്ടർഫ്ലൈയുടെ അടുത്തെത്തിയിട്ടുണ്ട്.
കാരണം എൻ്റെ ഡ്രസ്സ് മാച്ച് ചെയ്താണെന്ന് തോന്നുന്നു. ബട്ടർഫ്ലൈ ഒക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, എന്നെ വരവേൽക്കാനായി മ്യൂസിയം ഇങ്ങനെ റെഡിയായി നിൽക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവിടെ എന്നെ സർപ്രൈസ് ആക്കിയായി. നിങ്ങൾക്കിപ്പോൾ ചോദിക്കത്തില്ലേ ഈ മ്യൂസിയത്തിൽ എനിക്ക് കണ്ട ഇഷ്ടപ്പെട്ട കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്കൊരു രഹസ്യം പറഞ്ഞുതരാം. ഇവിടെയാണെങ്കിൽ എല്ലാ ലവ് ബേർഡ്സുകൾ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നു. അതിൻ്റെ ഇടയിൽ ഏകയായി ഞാനും ഇങ്ങനെ നടക്കുന്നു. കാരണം മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ എന്താണ് കപ്പിൾസാണ് കേട്ടോ. അവരൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുകയാണ്. പറ്റിപ്പോയില്ലേ, ഇപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ടിലാണ്. ഇവളെന്നെ തേച്ചു. നിങ്ങൾ നോക്കും, നേരത്തെ ഞാൻ ഹെയർ സ്റ്റൈൽ ഡിസൈൻ ചെയ്യാനിരുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോൾ സ്ലൈഡില്ല, ഒന്നുമില്ല. പിന്നെ ലാസ്റ്റ് എൻ്റെ ഹെയർ സ്റ്റൈൽ ഇതായി. പിന്നെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഉള്ളതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കുകയാണ്. നല്ല വിശപ്പുണ്ട്. അത് എൻ്റെ ഫോട്ടോഗ്രാഫർ വായി നോക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ വായി നോക്കിയത്. എൻ്റെ കോൺസെൻട്രേഷൻ പോയത്. ഇങ്ങോട്ട് എന്നെ നോക്കൂ. പിന്നെ ഇവിടെ വിശപ്പ് സഹിക്കാൻ വയ്യ. ഞങ്ങൾ ചപ്പാത്തിയും മുട്ടക്കറിയും കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിച്ചിട്ട് അടുത്ത് കാണാം. ഉണക്ക ചപ്പാത്തി, തീർന്നു പോയ മുട്ട. അതെന്താണെന്നറിയോ, ഞാൻ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് എക്സ്പെൻസ് കൂടുതലാകും. ഞങ്ങൾ അതുകൊണ്ട് തട്ടിക്കൂട്ട് പരിപാടിയിൽ ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തുകയാണ്. ഇനി നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോഗ്രാഫറെ കാണിച്ചു തരാം. ഞെട്ടരുത്, ഞെട്ടരുത്, ഞെട്ടരുത്. Hello guys, welcome back to our YouTube channel. Hello guys, welcome back to interval break. Food break, lunch break. ലഞ്ച് ബ്രേക്ക്, അതാണ് കറക്റ്റ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലഞ്ച് ബാക്ക്. കണ്ടോ, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ആണെങ്കിൽ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുക, ഫ്രീ ആയിട്ട് എടുത്തു തരും. എവിടെ? ഹലോ, ഹായ്. ഇത് വകയിൽ എൻ്റെ അമ്മാവൻ്റെ മകളായിട്ട് വരും. എങ്ങനെ? അങ്ങനെയല്ലേ എന്ന് പപ്പു പറഞ്ഞത്. അങ്ങനെയല്ല, ചേച്ചിയുടെ മോളാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ മുത്തശ്ശിയാണോ? നല്ല ഗേസ്, എൻ്റെ അനിയത്തിയാണിത്. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതും എനിക്ക് നല്ലത്, നാട്ടുകാർക്ക് നല്ലത്. അവൾക്ക് ഇത്തിരി സൗന്ദര്യം കൂടിയൊന്നൊരു സംശയം. അപ്പം ഞാൻ നേരെ ഇരിക്കട്ടെ, കണ്ണൊക്കെ ഉരുട്ടി കാണിക്കാം. അപ്പം എൻ്റെ സൗന്ദര്യം മികച്ചിരിക്കട്ടെ. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല അല്ലേ, ചുമ്മാ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുവാണ്. നിങ്ങൾ ഫുഡ് കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക്, നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ ഓടിപ്പോയി കഴിച്ചിട്ട് വരൂ. ഇവളെന്നെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. വന്ന നേരം മുതൽ ഈ മ്യൂസിയം മുഴുവനും ചുറ്റിക്കിടന്ന് ഞാൻ കണ്ടു. പക്ഷെ കണ്ടതെല്ലാം കണ്ണിന് അവിശ്വസനീയമായ കാഴ്ചകളാണ്. പിന്നെ ഫോട്ടോഷൂട്ടൊന്നും നടന്നിട്ടില്ല. എന്തുകൊണ്ട് നടന്നില്ല പാറു? ഇപ്പം തന്നെ കണ്ടില്ലേ, ഭയങ്കര വെയിലാണ്. അതുപോലെ തന്നെ ഇവിടെ അടുത്തൊന്നും ഇങ്ങനെ ആൾക്കാരും ലവ് ബേർഡ്സ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ പോകാൻ പറ്റൂല അടുത്തോട്ട്. അപ്പം ഇച്ചിരി തങ്ങളുള്ള സ്ഥലത്തായിരിക്കും അവരങ്ങനെ ജസ്റ്റ് അവരുടെ ഒരു റിലാക്സേഷന് വേണ്ടി ഇരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത, അങ്ങനെയല്ല, സ്വർഗത്തിലെ കട്ടുറുമ്പാകണ്ട എന്ന് കരുതി. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ, നമ്മൾ ഇത്രയായാലും നമുക്കൊരു മാന്യതയില്ലേ, അത് നമ്മൾ കീപ്പ് ചെയ്യണ്ടേ ഗൈസ്. അപ്പം എന്തായാലും ഇനി നല്ലൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം, അടുത്ത ബാക്കി ഷൂട്ടൊക്കെ ചെയ്യണം. ശരിക്കും പറഞ്ഞാലേ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഏത് പ്രൊഫഷണൽ, ഇവരൊക്കെ എന്ത് സംഭവമാണ്. നിങ്ങളത് അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. കാരണം ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമുക്ക് ഇൻസ്റ്റയിലൊക്കെ ഇടാൻ ഫോട്ടോസ് വേണം. മണി തീരെ കുറവായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, സ്വയം ഫോട്ടോ എടുക്കുന്നു, ഫോട്ടോഷൂട്ട് നടത്തുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. എന്താണ് നമ്മൾ പറയില്ലേ, അയ്യോ എൻ്റെ കൈ വേദനിക്കുന്ന പവർ പിടി. ഉള്ളവനും ഇല്ലാത്തവനും ജീവിക്കേണ്ടേ ഗൈസ്. ചിലപ്പോൾ ഞാൻ നാളെ വലിയൊരു യൂട്യൂബറൊക്കെ ആകുമ്പോൾ ഞാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ വയ്ക്കും. അപ്പോൾ ഇതിനെ ഞാൻ കളയും. ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാവേ. ഇവൾ അടി വാങ്ങാനുള്ള പരിപാടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇവിടുത്തെ കാഴ്ച കാണിച്ചു തരും. ആ കാഴ്ചയിലായിരിക്കും ഇന്ന് ഏതെങ്കിലും പിള്ളേരുടെ അച്ഛനും അമ്മയും ആ പിള്ളേരെ എടുത്തിട്ട് അടിച്ച് കൊല്ലണത്. അപ്പോൾ ഇവള് ബുദ്ധിപൂർവ്വം വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ കൂട്ടു നിൽക്കില്ല, ഞാൻ ഫോട്ടോ എടുക്കാൻ പോകുന്നു. പിടി, ക്യാമറ പിടി, വാ, കമോൺ ഗൈസ്. ബൈ. എവിടെ, എങ്ങനെ സ്റ്റെപ്പ്? ഞാൻ സ്റ്റെപ്പ് കളിക്കാൻ പോവുകയാണേ. അല്ല, ഓക്കെ ഓക്കെ, ഇങ്ങനെ
ഇതല്ലേ ഇതല്ലേ ഈ കായ കണ്ടോ? ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. മുന്നേക്ക് വന്നപ്പോൾ ഇങ്ങനൊരു കുഞ്ഞു മരം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് എന്താണെന്നറിയത്തില്ല. എൻ്റെ പാറുക്കുട്ടി പറയുന്നത് ഇത് കുമ്പളങ്ങയാണ്. അവൾ കുമ്പളങ്ങ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അവളുടെ മണ്ടത്തരത്തിന് നിങ്ങൾ കൂട്ടു നിൽക്കണ്ട. ഇതെന്താണെന്ന് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഫോട്ടോഗ്രാഫർ ദാണ്ട ബാഗും തുറന്നിട്ട് പോകുന്നു. ആ ലുക്ക് കണ്ടോ ഗൈസ്? അയ്യോ തിരിഞ്ഞു നോക്ക് പാറു. ഇപ്പം ഞാൻ ഓക്കെ, ഞങ്ങളുടെ ഡാൻസ് ഷോ കഴിഞ്ഞു. പിന്നെ ഉളുപ്പ് തീരെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവിടേക്ക് വെച്ചിട്ട് ഡാൻസ് ചെയ്തു. അയ്യോ ഇനിയിപ്പോൾ ഈ കറുത്ത പാടങ്ങാനും എൻ്റെ ഡാൻസിനൊരു വിലങ്ങ് തടി ആകുമോ പാറു? ഇല്ല, നമ്മൾ ഡാൻസ് കളിച്ചു. നമ്മളല്ല മീ. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവേ. ഓക്കെ, അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറേ നടന്ന് ക്ഷീണിച്ച് ഞങ്ങൾ അങ്ങനെ വന്ന് ഇപ്പം റെസ്റ്റ് ചെയ്യാണ്. എല്ലാവരും റെസ്റ്റിങ്ങിലാണ്, ഞങ്ങൾ പക്ഷെ ഇപ്പോഴാണ് റെസ്റ്റ് ചെയ്തത്. ഇത് കണ്ടോ? ഈ കമ്മൽ ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ഉണ്ട്. എന്റെ കമ്മലാണോ കുഞ്ഞമ്മയുടെ കമ്മലാണോ ഇഷ്ടപ്പെട്ടത്? കുഞ്ഞമ്മല്ല, നോ നോ നോ, കുഞ്ഞു. ഈ വീഡിയോയിലായിരിക്കും നിങ്ങൾ എന്നെ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും പരിചയമായി അല്ലേ? എല്ലാവർക്കും പരിചയമായി. അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം, ഈ കമ്മലാണോ ഇതെൻ്റെ ആ കമ്മലാണോ കാണാൻ നല്ല സൂപ്പർ എന്ന്. എന്തായാലും എൻ്റെ കമ്മലല്ലേ, എൻ്റെ കോസ്റ്റ്യൂമിന് മാച്ച് ഇതല്ലേ, അപ്പൊ ഇതല്ലേ നല്ല ഭംഗി സിമ്പിളായിട്ട് വെല്ലാൻ ഒന്നുമില്ല. പണ്ട് ഇല്ല ക്രിസ്മസ് ലുക്ക് ഈ കമ്മൽ കണ്ടോ? ഇതാണോ ഈ പൂമ്പാറ്റയാണോ ഗൈസ് നല്ലത്? കണ്ടോ? ഇത് ഇങ്ങനെ സ്വപ്നം കാണാൻ കിട്ടുമോ ഇങ്ങനെ ഒരു കമ്മല്? പക്ഷെ ഇതുപോലത്തെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് നമ്മുടെ ഈ സ്പോട്ടിലെ ഹിന്ദിക്കാരന്മാരെ പ്രൊമോ അടിക്കുന്നത്. 40 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചത്, വെറും 40 രൂപയ്ക്ക്. ഗൈസ് എൻ്റെ കയ്യിൽ 40 രൂപ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു 150 രൂപ മുടക്കി വാങ്ങിച്ച കമ്മലാണ്. പോസ് കാണിക്കണേ, നമുക്ക് ഈ പോസ് കാണിക്കണവരെ വേണ്ടേ. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ കുഞ്ഞും ഇപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുവാണ് മ്യൂസിയത്തിൽ. ഞങ്ങൾ കുറേ ദൂരെയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ ഇവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് കേട്ടോ, കുറേ കപ്പിൾസാണ്. അപ്പം ഞങ്ങൾ അവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വേണ്ടേ ഇച്ചിരി ഒന്ന് കുറച്ച് സ്പേസ് ഉള്ളിടത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്നാലും ബാക്കിലോട്ടൊക്കെ ആൾക്കാരുണ്ട്. ഇവിടെ ഇപ്പോൾ റെസ്റ്റ് ചെയ്യുവാണ്. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. നമ്മുടെ ക്രിസ്മസ് അല്ലേ പാറു? ഈ ഒരു കോസ്റ്റ്യൂം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. നല്ല ഈ ഓഫീസിലൊക്കെ കിടിലൻ ലുക്കായിരിക്കും. ഇതൊരു എന്താ പാറു, ഇത് കുറച്ച് നമ്മൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നെറ്റിൻ്റെ വർക്കും വരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല കോസ്റ്റ്ലി ലുക്ക് തരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിളായിട്ട് വിയർ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇതിൻ്റെ ഒരു വിയറിങ് വീഡിയോ ഞങ്ങൾ എന്തായാലും ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും, അതും എല്ലാവരും പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ എല്ലാവരും അത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതെ, ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കണത് എന്താണെന്നോ, ഇവള് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ക്യാമറ ഓണാക്കിയാൽ പോസ് പിടിച്ചിരിക്കണമെന്ന്. അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷെ ഈ ചിലവരില്ല ഈ പോസ് കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ പാറുവിനെ എന്തൊട്ടാ ഇഷ്ടാണ് ഇങ്ങനെ പറയണേ. വെറുതെ എനിക്ക് തള്ളു കുറയ്ക്കണോ മനുഷ്യ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഈ ഞങ്ങളുടെ ആ ഒരു ഇത് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ബാക്കി എന്താ, ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകണം, ഒന്ന് റെസ്റ്റ് ചെയ്യണം. അതെ, ശരിക്കും പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ വിചാരിക്കും മ്യൂസിയം എന്ന് പറയുമ്പോൾ അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ആയിരിക്കും ഞങ്ങൾ കാണിക്കുന്നതെന്ന്. പക്ഷെ ഞങ്ങൾ ശരിക്കും ടയേർഡാണ് കേട്ടോ. രാവിലെ വന്നിങ്ങനെ ഫോട്ടോ ഷൂട്ട് എടുക്കാമെന്ന് ചെയ്ത് ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ ഓരോ മരത്തും ഫില്ലാണ് അല്ലേ. പിന്നെ ഞങ്ങൾ ഓരോ മരച്ചുവീട്ടിലും വളം ഇട്ടേക്കുന്നത് പോലെ 2 കിളികൾ കാണും. പിന്നെ മനുഷ്യക്കിളികളായതുകൊണ്ട് ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാൻ പോയിട്ടില്ല. ഞങ്ങൾ ഏകദേശം ഇങ്ങനെ 2-3 കിലോമീറ്റർ നടന്നു. 1-2 ഫോട്ടോസിനും ഒരു
ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല ടയേർഡായി കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അത് കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങളുടെ വളവള കണ്ട് കുറച്ച് അങ്ങോട്ടായിട്ട് പോലീസും പട്ടാളമൊക്കെ ആയിട്ട് ഭയങ്കര ആൾക്കാരാണ്. അതുപോലെ തന്നെ സമരമുണ്ട്. ഞങ്ങൾ വന്നിട്ട് അമ്മയെ ഫോൺ ചെയ്തേട്ടോ, അമ്മ ഇവിടെ ഭയങ്കര പോലീസും ഒക്കെയാണ്. അമ്മ പറഞ്ഞു ശരിയായിരിക്കും, കാരണം ഇന്നവിടെ VIP വരുമെന്ന് അവർ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും പോലീസ് അങ്ങനെ. അപ്പം ഞാൻ പറയും ശരി അത് തന്നെയാണ്. പാറു, മറ്റേ കാര്യം നമുക്ക് പറയണ്ടേ. എൻ്റെ ഹെയർ നോക്കൂ, ഇപ്പം നിങ്ങൾ നോക്കിയാലേ എൻ്റെ ഫസ്റ്റ് വീഡിയോയിലുള്ള ഹെയറും ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ലേ, നല്ല വോളിയം ഫീൽ ചെയ്യുന്നില്ലേ? ഇതിന്റെ സീക്രട്ട് എന്താണെന്നുള്ളത് ഞങ്ങളൊരു ഷോർട്സ് വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കാണണം എന്നാഗ്രഹമുള്ളവർ വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, വീഡിയോയിൽ പറഞ്ഞതുപോലെ കനകക്കുന്നിൽ ഇപ്പൊ എന്തോ ഒരു ഫെസ്റ്റ് വരാൻ പോവാണ്. അപ്പോൾ കുഞ്ഞ പറഞ്ഞു ഫ്ലവർ ഷോ ആണ്. എനിക്ക് തോന്നുന്നു ഡിസംബർ ലാസ്റ്റ് ആണ് ഫ്ലവർ ഷോ വരുന്നത്. December to January 1st വരെ നിൽക്കും. അപ്പോൾ ഫ്ലവർ ഷോയ്ക്ക് വന്നിട്ട് ഞങ്ങൾ നല്ലൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. തടസ്സമൊന്നുമില്ലെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പോൾ എന്തായാലും ആ വീഡിയോ നിങ്ങൾ പോയി കാണുക. പിന്നെ ഞങ്ങളൊരു ഷോർട്ട് കാണണ്ട, വന്ന് കാണുക. ഓക്കെ അല്ലേ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നിങ്ങൾ വന്ന് കാണുക. അതുപോലെ തന്നെ ഞങ്ങളൊരു ഷോർട്സ് ഇടുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതും ഒന്ന് കയറി കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.